നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് റിലീസായ ഉള്ളൊഴുക്കുന്ന സിനിമയെക്കുറിച്ചാണ്. ഉള്ളൊഴുക്കുന്ന സിനിമയെക്കുറിച്ച് ആദ്യം പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നത് മലയാളത്തിൻ്റെ വൺ ആൻഡ് ഓൺലി ഏവർക്കും ഇഷ്ടപ്പെട്ട ഊർവശി ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് വന്ന സിനിമയാണ് ഉള്ളൊഴുക്ക്. പാർവതി തിരുവോത്തും ഊർവശിയാണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത്. ക്രിസ്റ്റോ ടോമിയാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. ഇതിലെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് പറയുമ്പം ഊർവശിയുടെയും പാർവതിയുടെ ഒപ്പം തന്നെ മ്യൂസിക് ചെയ്തേക്കുന്ന സുശീൽ ശ്യാമാണ്. ഒരു കുട്ടനാട് ഏരിയയിൽ ഒരു മഴക്കാലത്ത് നടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ടാണ് പടം മുന്നോട്ട് പോകുന്നത്. ഒരു സാധാരണ ഫാമിലിയിൽ നടക്കുന്ന ഒരു ലൈറ്റായിട്ടൊരു ഇൻസിഡൻ്റാണ്. പക്ഷേ ആ ലൈറ്റ് ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പല വീടുകളിലും നടന്നിട്ടുള്ളതാണ്. മക്കളുടെ ഇഷ്ടം നോക്കാതെ അച്ഛനമ്മമാരുടെ ഇഷ്ടം മാത്രം നോക്കി, തറവാടും അവരുടെ സ്റ്റാറ്റസും മാത്രം നോക്കി മറ്റൊരു വീട്ടിലോട്ട് അവരെ കല്യാണം കഴിപ്പിച്ചു വിടുമ്പോൾ മക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ആരും അറിയാതെ പോവുകയും അവർ ഒരു ഒതുങ്ങി ജീവിക്കേണ്ട സിറ്റുവേഷൻസ് വരികയും ചെയ്യുന്നു. ഇപ്പോൾ പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്നതാണ് ഒരുപാട് പേരുടെ ലൈഫ് ഈ രീതിയിലുണ്ടാകും. അങ്ങനെയുള്ള ഒരുപാട് പേരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് പാർവതി ആ ക്യാരക്ടർ ചെയ്യണത്. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നിയ ഏറ്റവും വലിയ കാര്യം ഊർവശിയുടെ ആക്ടിങ് സ്റ്റൈലാണ്. ഓരോ സീനിലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനൊക്കെയുള്ള ഹൈ ആയിട്ട് ഊർവശി തിരിച്ച് റിസൾട്ട് തരുന്നുണ്ട്. പല സീനുകളിലും അറിയാതെ പോലെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഈ ഊർവശിയും പാർവതിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സീനുകളാണ്. ഊർവശി ഈ പാർവതി തിരുവോത്തിനോട് ഊർവശിയുടെ ഫ്ലാഷ് ബാക്ക് പറയുന്നൊരു സീനുണ്ട്. ആകുമ്പോൾ ആ മുഖഭാവം തന്നെ ഭയങ്കര ഷോക്കിംഗ് ആവും. ഇനി എടുത്തു പറയേണ്ടത് ഈ ഫ്ലഡ് ബേസ്ഡാണ് ഈ കഥ ഇങ്ങനെ പോകുന്നതെങ്കിലും ഒരു മഴക്കാലം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഥ പോകുന്ന ത്രൂ ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിപ്പുണ്ട്. അത് നല്ല രീതിയിൽ നമ്മുടെ ഉള്ളിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഒരു ഉള്ളൊഴുക്കിൻ്റെ പോലെ ഒരു ടച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കപ്പിൽ സുശീൽ ശ്യാമിൻ്റെ മ്യൂസിക് ഒന്നും പറയാനില്ല, സൂപ്പർ. ഓരോ സീനിലും ഓരോ സീക്വൻസിലും നമ്മൾ പിടിച്ചിരുത്തുന്ന ആ മ്യൂസിക്കാണ്. ഇതിൽ അലൻസീറുണ്ട്. അതുപോലെ തന്നെ ഈ പാർവതി തിരുവോത്തിൻ്റെ ഒരു ജോഡിയായിട്ട് വരുന്ന ഒരാളുണ്ട്. പുള്ളിയുടെ വോയിസ് ഡബ് ചെയ്തേക്കുന്ന റോഷനാണ്. അപ്പോൾ എല്ലാ രീതിയിലും പറഞ്ഞു വരുമ്പോഴത്തേക്ക് തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ചായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ് ഉള്ളൊഴുക്ക് എന്ന് പറയുന്നത്. എക്സ്പെഷ്യലി ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. എനിക്ക് ആകെ തോന്നിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ലാഗുള്ളത്. പക്ഷേ അതൊരു ലാഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ മമ്മൂട്ടിയുടെ കാതൽ സിനിമ കാണുമ്പോൾ ഒരു ലാഗുണ്ടല്ലോ, ആ ഒരു ടൈപ്പ് ലാഗാണ് ഈ പടത്തിൽ വരുന്നത്. പക്ഷേ ലാഗൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നല്ല സിനിമ, നല്ല അഭിനയ മുഹൂർത്തങ്ങളുള്ള, നല്ല സ്റ്റോറികളുള്ള, നല്ല ട്വിസ്റ്റുകളുള്ള, നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന പാർവതിയുടെ ഊർവശിയുടെ മത്സരിച്ചുള്ള അഭിനയം, ഇതെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് ത്രസിപ്പിക്കുന്നുണ്ട്. സോ മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ് ഉള്ളൊഴുക്ക്.